ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് മാങ്ങ ചമ്മന്തി അരയ്ക്കണേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവിടെയും മാങ്ങയുടെ സീസണൊക്കെ ആയല്ലോ. അപ്പോൾ അതിന് ഇഷ്ടം പോലെ മാങ്ങകൾ എവിടെ നിന്നായാലും കിട്ടും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായേക്കണ മാവുമ്മത്തെ മാങ്ങയാണ് കേട്ടോ. മൂവാണ്ട മാങ്ങ എടുത്തിട്ടാണ്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ 2-3 പറ്റു ചുവന്നുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുറച്ച് വേപ്പിലയും എന്നിട്ട് ഞാൻ എടുത്തേക്കരുത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വെച്ച് നമുക്ക് മാങ്ങ ചമ്മന്തി അരച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ്. കഞ്ഞിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടിയിട്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് മിളക് ഉണ്ടായിരുന്നില്ല, നാടൻ പച്ചമുളക് ഇട്ടല്ലോ. അത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ മിളക് പൊടിയാണ് ഇട്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മിളക് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഞ്ഞിയുടെ കൂടെ, ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടാറ്റാ ബൈ.